വേദിയിലിരിക്കുന്ന വ്യക്തികൾക്കും നല്ല രീതിയിൽ ആത്മാർത്ഥമായ സ്വാഗതം നൽകുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഇവിടെ. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഈ തെരുവ് പട്ടികൾ ഒരുപാട് അലഞ്ഞു നടക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ ഇപ്പം ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്, പക്ഷേ ഒരു പട്ടിയെപ്പോലും ഇവിടെ കാണാൻ സാധിച്ചില്ല. കാരണം അതിനൊരു കാരണമുണ്ട്. ചെറുതായിട്ടൊരു കഥയോടെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പം സാധാരണ പറയൽ പട്ടികൾ, ഈ തെരുവ് പട്ടികൾ എങ്ങനെയുണ്ടായി, എന്താണ് അവരുടെ ലക്ഷ്യങ്ങളെന്നൊക്കെ. അപ്പം ഈ പുനർജന്മം ഒക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണത്, അത് സങ്കല്പം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പട്ടി, ആ പട്ടിക്ക് ഭക്ഷണം കിട്ടാണ്ട് കുറേ ദിവസമായി. അത് പോയി ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. വല്ലതും കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുകയാണ്. ആളെന്ത് ചോദിച്ചാൽ കയ്യിലിരിക്കുന്ന ഒരു കിണ്ടി എടുത്തിട്ട് അതിൻ്റെ ഒരു ഏറ് വെച്ച് കൊടുത്തു. അതിന് ഇതെറിഞ്ഞ ഉടനെ കാലും ഒടിഞ്ഞ് പട്ടി മൂങ്ങിപ്പോയി. അപ്പം അന്ന് പട്ടിക്ക് സംസാരിക്കാനൊക്കെ അറിയാമെന്നാണ് ഒരു സങ്കല്പം. പട്ടി പോയി നേരെ രാജകൊട്ടാരത്തിലേക്കാണ്. രാജകൊട്ടാരത്തിൽ പോയി പട്ടി കാര്യം അവതരിപ്പിച്ചു. പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന ആളെന്നെ എറിഞ്ഞു, എൻ്റെ കാലൊടിഞ്ഞു, അപ്പോൾ ശിക്ഷിക്കണമല്ലോ. അപ്പോൾ കിങ്കരന്മാരെ പറഞ്ഞു വിട്ടു. അവരെന്ത്, ആൾക്കാരെ കയ്യോടെ തൂക്കി വന്നിട്ട് അവന് ശിക്ഷ വിധിക്കാൻ. അപ്പം ആരാണ് വാദി, അവർ തന്നെ ശിക്ഷ വിധിക്കാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ രാജാവ് പലതും പറഞ്ഞു നോക്കി. ചാട്ടവാറ അടിക്കാം, പിന്നെ തടവിലാക്കാം, അല്ലെങ്കിൽ നാട് കടത്താം. പക്ഷെ ഒന്നും ഈ നായ്, അതായത് കാലൊടിഞ്ഞ നായ് സമ്മതിച്ചില്ല. അവസാനമാണ് നായ് തന്നെ പറയുന്നത്, നമ്മുടെ ഇവിടെ അടുത്ത ക്ഷേത്രത്തിലെ ഖജനാവ് സൂക്ഷിപ്പുകാരനാക്കണമെന്ന്. അത് രാജാവിന് സംശയം, ഇതെന്താ ഇത്രയും നിൻ്റെ കാലൊക്കെ ഒടിച്ച ഒരു വ്യക്തിനെ ഇത്രയും നല്ലൊരു പൊസിഷനിലെത്തിക്കാൻ എന്താ ഇത്ര താല്പര്യം? അപ്പോഴാണ് പറയുന്നത്, ക്ഷമിക്കണം മഹാരാജാവേ, കഴിഞ്ഞ ജന്മത്തിൽ ഞാനായിരുന്നു അവിടുത്തെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. മറ്റുള്ളവരുടെ അന്നം കവർന്നെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ പല സ്ഥലത്തും പല ദിക്കിലും പലരുടെ തുഴിയും ചവിട്ടും കൊണ്ട് ഈ തെരുവ് പട്ടിയായിട്ട് മാറും. അത് നമ്മുടെ ഈ കോളി എടുക്കത്തില്ല എന്ന് നല്ല ഉറപ്പോടെ ഞാൻ പറയുകയാണ്. കാരണം ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഒരു പട്ടി പോലും ഇവിടെ ഇല്ല. അതിൽ ഞാൻ അഭിനന്ദിക്കുന്ന ആരെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും, അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും, ജനപ്രതിനിധികളെ പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. അത്രയും മനോഹരമായ ഒരു പ്രദേശമാക്കി മാറ്റി. എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഒരു ഇതിലേക്ക് പരിപാടി, നമ്മുടെ അതിഗംഭീരമായ പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, നമസ്കാരം.